രാത്രി യാത്രയാണ് ഒറ്റയ്ക്ക്. മനസ്സിലുള്ളത് കണ്ണീരിൽ നനഞ്ഞ ഭൂതകാലം. എങ്കിലും നിലാവ് വീണിരിക്കുന്നു. ഞാൻ സന്തുഷ്ടനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ രചിച്ച നോവൽ ദൈവത്തിൻ്റെ കണ്ണീർ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. അമ്പത്തിനാല്. തീവണ്ടിയിൽ അഭിമുഖമായാണ് ഇരുന്നതെങ്കിലും അവർ അധികമൊന്നും സംസാരിച്ചില്ല. കാഴ്ചയുടെ വൈവിധ്യങ്ങൾക്ക്, മാറ്റങ്ങൾക്ക്, വേലിയേറ്റങ്ങൾക്ക് സ്വയം സമർപ്പിച്ച് താന്താങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ സ്വസ്ഥരായിരുന്നു. ക്ഷീണിതരെന്നോ ചില ആകുലതകളിൽ സ്വയം നഷ്ടപ്പെടുന്നുവെന്നോ തിരിച്ചറിയുമ്പോൾ അതും അപൂർവമായി മാത്രം അടുത്തു വന്നിരുന്ന് സാന്നിധ്യമറിയിക്കുകയും വീണ്ടും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ പോയിരുന്ന് സ്വന്തം താളങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. സ്റ്റേഷനുകളും സഹയാത്രികരും മാറിക്കൊണ്ടിരുന്നുവെങ്കിലും അതവർ കാര്യമാക്കിയില്ല. സ്റ്റേഷനുകൾ ഏതായാലെന്താണ്, സഹയാത്രികർ ആരായാലെന്താണ്? യാത്രയുടെ സ്വാസ്ഥ്യത്തെ അതൊന്നും ബാധിക്കരുതെന്ന് ഇതിനകം അവർ തീരുമാനിച്ചിരുന്നു. തീവണ്ടിയുടെ താളത്തോട് തുലനം ചെയ്ത് ഇടത്തോട്ടും വലത്തോട്ടും അല്പാൽപ്പം ഉലഞ്ഞ് കണ്ണുകൾ അടച്ച് പ്രശാന്തവും പ്രസ്വസ്ഥവുമായിരുന്നു അവരുടെ മുഖം. കണ്ണുകൾ അടച്ചും കൈകൾ വരിഞ്ഞും കുഞ്ഞയ്യപ്പൻ സദാ ധ്യാനനിരതനായി. ഉള്ളിഞ്ഞ് മിക്കവാറും പുറത്തേക്ക് കണ്ണുകൾ നട്ട് ആയാസരഹിതയായി. പ്രശാന്തരും പ്രസ്വസ്ഥരുമായിരുന്നു അവരെങ്കിലും ഏതു നിമിഷവും പൊട്ടിവിടരാവുന്ന ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് സദാ മറഞ്ഞു നിന്നു. ആവശ്യമെങ്കിൽ ഏതു നിമിഷവും ഏതു ചുറ്റുപാടിലും അർഹിക്കുന്ന ആർക്കും വേണ്ടി ഇടപെടാവുന്ന ഒരു സന്നദ്ധത, സഹചരത്വം, സഹത്വം, സഹാത്മകത്വം. ഇടയ്ക്കെപ്പോഴോ കണ്ണെടുത്തപ്പോൾ എതിർ സീറ്റിലുണ്ടായിരുന്ന ധാവണിയും പാവാടയും അണിഞ്ഞ ഒരു പെൺകുട്ടി, ആന്ധ്രാക്കാരിയോ തമിഴ്നാട്ടുകാരിയോ ആയിരിക്കണം അവൾ, എതിരെയുള്ള പാൻസും ജുബ്ബയും ധരിച്ച താടിക്കാരൻ ചെറുപ്പക്കാരനെ കൗതുകപൂർവ്വം നോക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അവരുടെ കണ്ണുകൾ ഇടഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണു പിൻവലിച്ചു. ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ഒരു മന്ദഹാസം മിന്നി മറഞ്ഞു. ഉള്ളീൻ, ജീവിതത്തെ സംബന്ധിച്ച് ഉള്ളീഞ്ഞിന് തോന്നിയിട്ടുള്ള ഏറ്റവും കൗതുകകരമായ വസ്തുത എന്താണ് ഉള്ളീൻ? കുഞ്ഞയ്യപ്പൻ ഒരു നീണ്ട നിശബ്ദത ലംഘിച്ചു. ബോധിസത്വൻ അക്കാര്യം നേരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞയ്യപ്പ. അതേ ചുറ്റുപാടുകളിൽ, അതേ സ്ഥലകാലങ്ങളിൽ, അതേ വ്യക്തിയോഗങ്ങളിൽ, അതേ കാലാവസ്ഥകളിൽ ജീവിതത്തിലെ ഒരു നിമിഷവും പിന്നീട് ആവർത്തിക്കുന്നില്ലെന്ന്. മൂക്കും കവിൾത്തടങ്ങളും നിറഞ്ഞു വികസിച്ച ഒരു പുഞ്ചിരിയിൽ ഉള്ളീൻ മറുപടി നൽകി. തുടർന്ന് എന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടോ എന്ന് അല്പം ആലോചിച്ച് കുഞ്ഞയ്യപ്പൻ വേണ്ടെന്ന് വെച്ചു. പുറത്തു മിന്നിമറയുന്ന എണ്ണപ്പനകളുടെയും മുൾക്കാടുകളുടെയും പാഴ്മണലിൻ്റെയും ദൃശ്യങ്ങളിലേക്ക് ഉള്ളീഞ്ഞും പിൻവലിഞ്ഞു. 57. എണ്ണപ്പനകൾ
മുൾക്കാടുകൾ, മണൽപ്പറമ്പുകൾ, നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും തിനയുടെയും വയലുകൾ, കടുകുപാടങ്ങൾ, റാഗി, മുളക്, ഞവര വിസ്തൃതികൾ, രാത്രികൾ, പകലുകൾ, പ്രകാലങ്ങൾ, കൺമുൻപിൽ വന്ന് മിന്നിമറയുന്ന പ്രാണിവിസ്മയങ്ങൾ, തീവണ്ടിയുടെ അനന്തതാളം, താളമാറ്റങ്ങൾ, കയറ്റിറക്കങ്ങൾ, വളവുകൾ, തിരിവുകൾ, തെളിയാക്കുരുക്കുകൾ. ഉള്ളീൻ, നീ ഒരുപാട് സഞ്ചരിച്ചു. അതെ കുഞ്ഞയ്യപ്പ, ഒരുപാട് സഞ്ചരിച്ചു. ചരിത്രത്തിലൂടെ, കാലത്തിലൂടെ, ദേശാന്തരങ്ങളിലൂടെ, സ്നേഹത്തിൻ്റെ, പകയുടെ, പകൽ ചതികളുടെ ഉത്സവപ്പറമ്പുകളിലൂടെ. നിനക്ക് വേദനിക്കുന്നുവോ ഉള്ളീൻ? മുൻപ് വേദനിച്ചിരുന്നു കുഞ്ഞയ്യപ്പ, ഇപ്പോളില്ല. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിസ്മയക്കാഴ്ചകളിൽ മാത്രമാണ് എൻ്റെ കണ്ണുടക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അനന്തവിസ്മയങ്ങളിൽ ശ്രദ്ധിച്ചാൽ, ആകാംക്ഷയോടെ ശ്രദ്ധിച്ചാൽ മാത്രം നിവർന്നു തുടങ്ങുന്ന നവം നവങ്ങളായ ഭൂപടങ്ങളിൽ, പ്രപഞ്ചഗർത്തങ്ങളിൽ, മഹാമേരുക്കളിൽ, ക്വാസറുകളിൽ, ഉൽക്കകളിൽ. കുഞ്ഞയ്യപ്പ, കുഞ്ഞയ്യപ്പ. സ്നേഹപൂർവം, സ്നേഹപൂർവം മേൽമുണ്ട് വകഞ്ഞ് അകംമൂടി ഉയർത്തി കൈകളാൽ തലോടി സ്നേഹമൊട്ടുകളെ ഇളം തണ്ടിൻ്റെ വായിലേക്ക് കടത്തിവെക്കുന്ന മാതൃസ്നേഹത്തിൻ്റെ അനന്താകാരങ്ങളിൽ, മാതൃസ്നേഹത്തിൻ്റെ 58. ഒരുപാട് സഞ്ചരിച്ചുവെങ്കിലും ഇപ്പോൾ സഞ്ചരിക്കാനേ തോന്നുന്നില്ല കുഞ്ഞയ്യപ്പ. വെറുതെ ഇരിക്കാൻ മാത്രം തോന്നുന്നു. വെറുതെ ഇരിക്കാൻ മാത്രം. വെറുതെ ഇരിക്കാൻ. ആൽമരച്ചുവടുകളിൽ അരശിൻ്റെ, പൂവരശിൻ്റെ, പ്ലാശിൻ്റെ തണലുകളിൽ, ആവോളം തണലിൽ, ആവോളം കുളിരിൽ, ആവോളം കുളിർത്ത്. കുഞ്ഞയ്യപ്പ, കുളിർത്ത് മനസ്സു നിറഞ്ഞ്. 61. കുഞ്ഞയ്യപ്പ, നീ പ്രണയിച്ചിട്ടുണ്ടോ കുഞ്ഞയ്യപ്പ? പ്രണയിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒന്നും ഉരിയാടിയിരുന്നില്ലല്ലോ അവൾ. ഒരിക്കലും ഒന്നും. എപ്പോഴും നിലത്ത് മിഴിയൂന്നിയിരുന്നു. എപ്പോഴും ഉത്തരക്കടലാസുകളിൽ എല്ലാം വൃത്തിയായി എഴുതിയിരുന്നു. എങ്കിലും നേരിട്ട് ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. ഒരിക്കലും ഒന്നും. കരുണ എഴുതിയത് ആരെന്ന ചോദ്യത്തിനും നിലത്തു നോക്കി മന്ദഹസിക്കുക മാത്രം ചെയ്തു. ഒരു വാക്കുപോലും നേരിട്ട് പറഞ്ഞില്ല. ഒരിക്കലും ഒരു വാക്കുപോലും. കുട്ടികൾ ടിങ്കു എന്ന കുസൃതിപ്പേരിൽ തന്നെ വിളിച്ചപ്പോൾ നിലത്തു നോക്കി അടക്കി ചിരിക്കുന്നത് കണ്ടു. എങ്കിലും കാൺകെ എപ്പോഴും പുറത്തേക്കോ നിലത്തേക്കോ നോക്കിയിരിക്കാൻ ശ്രമിച്ചു. തൻ്റെ കണ്ണുകൾ എത്തുന്നില്ലെന്ന് ഉറപ്പു തോന്നുമ്പോൾ മാത്രം കൗതുകപൂർവം ശ്രദ്ധിച്ചു. അല്ലാത്തപ്പോഴെല്ലാം കണ്ണിലെ തിരച്ചാർത്തുകളിലുള്ളിലടക്കി ശാന്തവും നിഷ്കളങ്കവുമായ മുഖത്തോടെ. എങ്കിലും മണിമുട്ടുമ്പോൾ
എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോഴും ഒന്നിനുമല്ലെന്ന് ഭാവിച്ചു. തിരക്കൊഴിയട്ടെ എന്ന് കാത്തു നിൽക്കുന്നതാണെന്ന്. അഥവാ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. ഒരിക്കലും ഒന്നും ഉരിയാടിയില്ല. ഒരിക്കലും ഒന്നും. ചെറിയ കാര്യങ്ങൾക്ക് ഓഫീസിൽ വരുന്ന കുട്ടികൾക്ക് കൂട്ടുവന്നു. പുറത്തുപോയി പേന വാങ്ങി വരാൻ അനുവാദത്തിന്. അല്പം നേരത്തെ പോകാൻ. ഫീസ് അടയ്ക്കാൻ വരുന്ന കുട്ടികളോടൊപ്പം. ഒന്നും മിണ്ടിയില്ല ഒരിക്കലും. പോകുമ്പോൾ മാത്രം മുഖമുയർത്തി നോക്കി. കുന്നിൻ മുകളിലെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നപ്പോൾ അമ്മമ്മയെ സംസാരിക്കാൻ വിട്ട് ദൂരെ മാറി നിന്നു. പോകുമ്പോൾ കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ചു. ഓട്ടോഗ്രാഫ് എഴുതിക്കാൻ വന്ന കുട്ടികൾക്കെല്ലാം കൂട്ടുവന്നു. അവൾക്ക് ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നില്ല, എഴുതിച്ചുമില്ല. സ്കൂൾ ഫൈനൽ കഴിഞ്ഞതിൽ പിന്നെ കാണുന്നത് അപൂർവമായി. ഇടയ്ക്കെപ്പോഴെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ കാണുമ്പോൾ 2-3 ബസ്സുകളെ പോകാൻ അനുവദിച്ചു. അപ്പോഴും മുഖമുയർത്തി നോക്കിയില്ല താനും. പിന്നീട് സെന്ററിൽ അനുജനെ ചേർക്കാൻ വന്നപ്പോൾ കണ്ണുനീർ വീണ് അപേക്ഷാ ഫോറം നനഞ്ഞു. കണ്ണീർ വരകൾ മായ്ക്കാതെ തന്നെ യാത്ര പറഞ്ഞു. ബിരുദവും ബിരുദാനന്ദ ബിരുദവും കഴിഞ്ഞുവെന്നറിഞ്ഞു. ലജിത, 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 നീ ഇപ്പോൾ എവിടെയാണ്? എവിടെയാണ്? ആരുടെ ഭാര്യയാണ്? ആരുടെ ഭാര്യയാണ്? എത്ര കുഞ്ഞുങ്ങളുടെ അമ്മയാണ്? എത്ര കുഞ്ഞുങ്ങളുടെ അമ്മയാണ്? ഓർക്കാറുണ്ടോ അപൂർവമായെങ്കിലും? അപൂർവമായെങ്കിലും? അപൂർവമായെങ്കിലും ഓർക്കാറുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും ഉരിയാടിയിട്ടില്ലാത്ത ഒരാളുടെ മുൻപിലിരിക്കുമ്പോൾ കണ്ണീരണിഞ്ഞു പോയതെന്തിനാണ്? കണ്ണീർ വരകൾ മായ്ക്കാതെ തന്നെ യാത്ര പറഞ്ഞതെന്തിനാണ്? അപൂർവമായി മാത്രം ബസ്സുകളുള്ള റൂട്ടിലെ 2-3 ബസ്സുകളെ പോകാൻ അനുവദിക്കുകയും പിന്നെ കരയാറായ മുഖത്തോടെ അവസാന ബസ്സുകൾ പിടിക്കുകയും ചെയ്തതെന്തിനാണ്? അവസാനം ഒരു ബന്ധുവീട്ടിൽ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോവുകയും അനുജനെയും വലിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞു കളയുകയും ചെയ്തത് എന്തിനാണ്? 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 പ്രണയിച്ചിട്ടുണ്ടോ? 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 ഇത്രയും ചെറിയൊരു കഥയ്ക്ക് പ്രണയമെന്ന പേര് ചേരുമോ? പ്രണയമെന്ന പേര് ചേരുമോ? പ്രണയമെന്ന പേര്